ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡാർക്ക് സ്പോട്സും ആക്നെ മാർക്കും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ഡൾനെസ്സും ടാനും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് നല്ലൊരു യൂത്ത്ഫുൾ ഗ്ലോ തരുന്ന ഒരു ഇൻസ്റ്റന്റ് സ്കിൻ ബ്രൈറ്റനിങ് ഫോർമുലയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പാർലറിലും ക്ലിനിക്കിലും ഒന്നും പോയിട്ട് ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റും ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഗ്ലോ ഫേസിൽ വരുത്തിയെടുക്കാൻ പറ്റും. അത് വീട്ടിലുള്ള ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ് എടുത്തേക്കുന്നത്. കുക്ക് ചെയ്ത പാലിനേക്കാളും എപ്പോഴും നല്ലത് ഈ ഒരു പച്ചപ്പാല് തന്നെയാണ്. നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് പച്ചപ്പാൽ ഉപയോഗിക്കുമ്പോഴാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് മോയ്സ്ചർ ആക്കി വെക്കാനും അതുപോലെ ആന്റി ഏജിങ്ങും അതുപോലെ ആക്നെ ഫൈറ്റിങ്, പിന്നെ നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു പാലിനുണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് 1 ടീസ്പൂൺ തേനാണ് നമ്മൾ ചേർക്കുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പോർസ് ക്ലെൻസറും എക്സ്ഫോലിയേറ്ററും ആണിത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സ്കാർസും അതുപോലെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ ലൈറ്റൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് മോയ്സ്ചറൈസർ ആക്കി വെക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. ഈ പാലും തേനും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് നമ്മൾ 1 പിഞ്ചാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഈ ഒരു ക്വാണ്ടിറ്റി മതി. ഇതിൽ കൂടുതലായിട്ട് ആരും ചേർക്കണ്ട. പിന്നെ നമ്മൾ കഴിയുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഈ ഒരു മഞ്ഞൾ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. അത്യാവശ്യം നല്ല തിക്ക് ആയിട്ടുണ്ട് ഇത്. അതായത് നമ്മൾ പാലിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ തേൻ ഒഴിച്ചു കഴിഞ്ഞ് മഞ്ഞളും കൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്ക് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. ബാക്കി 3 സാധനങ്ങൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെയാണ് അല്ലേ. അപ്പൊ ഇതൊരെണ്ണം നിങ്ങൾ വാങ്ങിക്കുക. ഇതിപ്പോ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏവിയോന്റെ 400ന്റെ ആണ് വാങ്ങിയിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് 1 ക്യാപ്സ്യൂൾ ഞാൻ എടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തേ കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഈ ഒരു ക്യാപ്സ്യൂളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറിയിലൊക്കെ എണ്ണ ഒഴിക്കില്ലേ, അപ്പൊ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുമല്ലോ, അതുപോലെയാണ് നമ്മൾ ഇത് ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഒന്ന് ഡ്രോപ്പ് പോലെ ഒന്ന് തെളിഞ്ഞു കിടക്കും. നമ്മൾ എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കുക. ഇനിയിപ്പോ അങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇപ്പൊ ഒരു കോട്ടൺ എടുത്തിട്ടാണെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇത് നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടും. വിറ്റമിൻ ഇയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാലോ. അൺഇവൻ സ്കിൻ ടോൺ മാറ്റാനായിട്ട്, അതുപോലെ നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതെല്ലാം ചേഞ്ച് ചെയ്യും. നമ്മൾ എന്നും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇനി ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫേസ് വാഷ് അല്ല ഇട്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മുഖം കഴുകുന്നത് നമ്മുടെ ഓട്സിന്റെ പൊടി വെച്ചിട്ടാണ്. അതല്ലെങ്കിൽ കടലപ്പൊടി വെച്ച് കഴുകാറുണ്ട്. ഇപ്പൊ ഞാൻ ഓട്സിന്റെ പൊടി ആയിട്ടേക്കുന്നത്. ഞാൻ ഓട്സിന്റെ പൊടിയിട്ട് മുഖം നന്നായിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഒരു ടിന്നില്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു ലൈറ്റ് മസാജ് കൊടുത്തിട്ട് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫേസ് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത ശേഷം ചെയ്യാം. ഫേസ് വാഷിനെക്കാളും ബെറ്റർ ഇങ്ങനെയുള്ള എന്തെങ്കിലും നാച്ചുറൽ ഓപ്ഷൻ ആണ്. അപ്പൊ അതെന്തെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെറിയൊരു കോട്ടൺ എടുക്കുന്നുണ്ട്. ഈ കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ എന്റെ കയ്യിലും കഴുത്തിലും മുഖത്ത് ഒക്കെ ഇടാനുള്ളതുണ്ട്. പക്ഷെ ഞാനിപ്പോ മുഖത്ത് മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ നമുക്ക് കയ്യിലും കാലിലൊക്കെ ഇടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നാച്ചുറൽ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പൂൺ ആദ്യം മാറ്റട്ടെ കേട്ടോ, ഭയങ്കര ഡിസ്റ്റർബൻസാ. ഓക്കെ, അപ്പൊ നമ്മള് കോട്ടൺ വെച്ചിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് വെക്കണം കേട്ടോ. കാര്യം ഇതൊരു ലിക്വിഡ് ഫോം ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ താഴോട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഡ്രസ്സിൽ മൊത്തം വീഴും. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീട്ടിലിടുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തന്നെ മതിയെന്ന്. നമുക്ക് ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. എന്റെ സ്കിൻ ടോണിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തെ. അത് ഇപ്പോൾ മാറിക്കൊണ്ടിരിപ്പുണ്ട്. ഇത് നൈറ്റ് ടൈമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 5-6 മണിക്കൂറത്തേക്ക് സോപ്പ് ഐറ്റംസ് ഒന്നും നമുക്ക് ഇതിനകത്തേക്ക് ഫേസിലേക്ക് വരാൻ പാടില്ല. നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എനിക്കിത് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഡാർക്ക് സ്പോട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഒരു ഡാർക്ക് സ്പോട്ട് തന്നെ അവിടെ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടെ യൂസ് ചെയ്യുമ്പോഴേക്കും അത് ക്ലിയർ ആകുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ പുറത്തുനിന്ന് വലിയ വലിയ ബ്രാൻഡുകൾ വാങ്ങുന്നതിനും നല്ലത് ഇതുപോലെ മഞ്ഞൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുക. അപ്പൊ അതാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ മുഖത്ത് ഇടുമ്പോഴേക്കും അധികം ആ മഞ്ഞ കളറ് ഫേസിൽ നിൽക്കുമെന്ന് ഓർത്തുള്ള പേടിയൊന്നും വേണ്ട. അപ്പൊ ഇത് നമ്മൾ മിനിമം 15 മിനിറ്റ് നിൽക്കണം, മാക്സിമം 35 മിനിറ്റ് നിന്നാൽ മതി. 35 മിനിറ്റ് കൂടുതൽ നിൽക്കേണ്ട. കാര്യം 35 മിനിറ്റിനുള്ളിൽ എന്തായാലും നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഇതിന്റെ എല്ലാം ആ ഒരു എഫക്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 35 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നീട്ടി വെക്കണ്ട. കുറെ നേരം ഇടുന്നാൽ നല്ല റിസൾട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്ത് ആരും ഇടണ്ട. ഒരു 35 മിനിറ്റ്സിന് അപ്പുറത്തേക്ക് വെക്കണ്ട. ഓക്കെ, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. നേരത്തെ പറഞ്ഞ പോലെ ഫേസിൽ നമ്മൾ മറ്റുള്ള സോപ്പ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇതിട്ട് വാഷ് ചെയ്യുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ നോർമൽ വാട്ടറിൽ വെറുതെ കഴുകി എടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ കൊണ്ടോ ടവൽ കൊണ്ടോ ഒന്ന് ഒപ്പിയെടുക്കുക. അതല്ലാതെ നമ്മൾ വേറെ ഫേസ് വാഷ് ആയിട്ട് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റിസൾട്ട് കിട്ടിയ ശേഷം മാത്രം വീഡിയോ ലൈക്ക് ചെയ്താൽ മതി. അത്രയും ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ചെറിയ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കണ്ട. പിന്നെ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പറ്റുന്ന ടാൻ റിമൂവ് ചെയ്യാനും കുറച്ച് സ്കിന്ന് കുറച്ച് ലൈറ്റൻ ആവാനും വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ അത് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. ഈ ഒരു പാക്ക് അവരിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക കേട്ടോ. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഇടുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ 15 മിനിറ്റ് തുടങ്ങി 35 മിനിറ്റ് വരെയാണ് ടൈം. അതിനുശേഷം വാഷ് ചെയ്ത് കളയണം. പിന്നെ ഒട്ടും ടൈമില്ലാത്തവർക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നല്ല വ്യത്യാസം കിട്ടുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു റൊട്ടീൻ ഈ ഒരു ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാം. അധികം ചെലവ് വരത്തില്ലല്ലോ. നമ്മൾ ഈ ഒരു ക്യാപ്സ്യൂള് വാങ്ങുന്നത് മാത്രമേ നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ളത് വീട്ടിലിരിക്കുന്നതന്നെ. ഓരോ സ്പൂൺ എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിനകത്ത് ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അത് നമ്മുടെ ഒരു കൊറിയൻ സ്കിന്ന് കിട്ടാനുള്ള ഒരു ഹോം റെമഡി, നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ. അപ്പൊ ആ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഈ വീഡിയോന് ശേഷം അതും കൂടെ കാണുക. ഇത് രണ്ടും നിങ്ങൾ ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പം ചെയ്തു തുടങ്ങി, എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും. നല്ല രീതിയിൽ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ നെക്കിലൊക്കെ ആണെങ്കിലും നല്ല ഡിഫറൻസ് വന്നു. നേരത്തെ വീഡിയോയിൽ നോക്കിയാൽ കാണാം എന്റെ നെക്ക് കുറച്ച് ഡാർക്കായിട്ട്. ഞാൻ അതുകൊണ്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് എന്റെ നെക്കിലുള്ള ഒരു ഡാർക്ക്നെസ് പോകാനുള്ള മെഡിസിൻ വാങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെയുള്ള ഹോം റെമഡി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഒരു മെഡിസിൻ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഞാൻ വാങ്ങിയിട്ടേ ഇല്ല അത്. പിന്നെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അൺഇവൻ സ്കിൻ ടോൺ ഉള്ള എല്ലായിടത്തും നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടും. ഡാർക്ക് സ്പോട്ട്, ഡാർക്ക് സർക്കിൾ ഒക്കെ മാറി കിട്ടും. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് മാത്രം ലൈക്ക് ഇട്ടാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഞാൻ എന്തായാലും ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ എന്റെ ഫേസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഇനിയിപ്പോ ഇതൊന്ന് ഡ്രൈ ആക്കാം. വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്ന് അതാണ് അങ്ങോട്ട് ഓടിപ്പോയതാ. അപ്പൊ ഇതാ ഫേസ് ഇപ്പൊ ഇതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ലൊരു എന്താ. പിന്നെ ഈ ഒരുപാട് ഓയിലി സ്കിൻ ആയിട്ടുള്ളവര് വിറ്റമിൻ ഇ ചേർക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ഒരു ക്യാപ്സ്യൂളിന്റെ പകുതി ചേർത്താൽ മതി. കാര്യം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഓയിലി ആയിട്ട് തോന്നും. എന്റെ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആക്നേക്ക് വേണ്ടിയിട്ട് മെഡിസിൻ ഒക്കെ തേച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളെല്ലാം നിർത്തി ഡാൻഡ്രഫിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ അതിന്റെയും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഈ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിന്നിന്റെ ഒരു സിറമാണ്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.